ഒരു കാറ്റ് പോലെയാ പ്രണയവും. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, എന്നാ അതില്ലാതെയോ നമുക്ക് ജീവിക്കാനും പറ്റില്ല. ഏതൊരു പെൺകുട്ടിയും എടുത്തു ചാടി ഒരു ചെക്കനോട് പ്രൊപ്പോസ് ചെയ്യില്ല. എനിക്കും അതുപോലെ തന്നെ ഉണ്ടാവണമെന്ന ആഗ്രഹം. ആരാ അവൻ? അന്ന് രാത്രി എന്റെ വണ്ടി വഴിക്ക് വെച്ച് നിന്നു. സ്റ്റാർട്ടാവുന്നില്ലായിരുന്നു. ഒരുപാട് തവണ ശ്രമിച്ചിട്ടും സ്റ്റാർട്ടായില്ല. എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയുമില്ലായിരുന്നു. ദൈവം അടുത്തന്നെ ഉണ്ടെങ്കിലും സ്ത്രീകൾക്ക് ഒട്ടും തന്നെ സുരക്ഷിതയില്ലാത്ത ഈ നാട്ടിൽ വെറും 4 കാലുള്ള ജീവിയുടെ സംരക്ഷണത്തോടെ ഈ രാത്രി കടന്നു പോകാൻ പറ്റുമെന്നൊരു പേടി. നീ ഇപ്പൊ എവിടെയാള്? എടാ, ഞാൻ അവന്റെ കൂടെ പടം കാണാൻ വന്നിരിക്കുക. കഴിഞ്ഞിറങ്ങിട്ട് വിളിക്കാം. ഓക്കെ. ഹലോ, എന്തു പറ്റി? എന്തിനാ ഇവിടെ നിന്നോണ്ടിരിക്കുന്നത്? വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. എനിക്ക് വള്ളലാർ നഗർ വരെ ഒന്ന് പോണായിരുന്നു. വല്ലല്ലാർ നഗറോ? അതിവിടുന്ന് 5 കിലോമീറ്റർ ദൂരെയാണല്ലോ. ഇവിടെ അടുത്ത് മെക്കാനിക് ഷോപ്പ് ഒന്നുമില്ലേ? 1/2 കിലോമീറ്ററിൽ ഒന്നുണ്ട്. പക്ഷേ സമയം ഇപ്പം 10 അതിപ്പോൾ അടച്ചു കാണും. ഓ അതെയോ? ആ ഷോപ്പ് ഓപ്പൺ ആണോന്നൊന്ന് ഫോൺ ചെയ്ത് ചോദിക്കാൻ പറ്റുമോ? ഓക്കെ. പക്ഷേ എൻ്റെ അടുത്ത് സെൽഫോൺ ഇല്ലല്ലോ. സെൽഫോൺ ഇല്ലെന്നോ? ഞാൻ സത്യമായിട്ടാണ് പറയുന്നത്. എനിക്ക് സെല്ല് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല. എന്നാ ശരി, എന്റെ ഫോണിന്ന് ഫോൺ ചെയ്തോളൂ. ലൗഡ് സ്പീക്കർ ഓൺ ചെയ്ത് സംസാരിക്കണേ. ചേട്ടാ, മെക്കാനിക് രമേശാണോ? അതെ, നിങ്ങളാരാണ്? ചേട്ടാ, നമ്മുടെ കടേൻ്റെ അടുത്താണ് ഞാൻ സംസാരിക്കുന്നത്. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ആകുന്നില്ല, അതൊന്ന് ശരിയാക്കണം ചേട്ടാ. ഇപ്പൊ വെള്ളടിക്കാൻ പോവാ. നാളെ അയ്യോ ചേട്ടാ, വളരെ അർജന്റാണ്. നിങ്ങൾ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. 9:30 പോകുന്ന എനിക്ക് അവര് ബ്ലാക്കിലാണ് സാധനം വെക്കുന്നത്. അവരോട് ഞാൻ ഭയങ്കര ദേഷ്യത്തിലാ. ചേട്ടാ ചേട്ടാ, വെക്കില്ല. ഇവിടെ വേറെ കടകളൊന്നുമില്ലേ? ഹൈവേസിൽ ഒരെണ്ണം ഉണ്ട്, പക്ഷേ അതിന് ഇവിടുന്ന് 3 കിലോമീറ്റർ നടക്കണം. അത്രയും ദൂരോ? ഈ രാത്രി ഞാൻ എങ്ങനെ അങ്ങോട്ട് പോവാനാ? എൻ്റെ വീട് ഇവിടെ അടുത്താണുള്ളത്. വേണമെങ്കിൽ നിങ്ങളുടെ വണ്ടി അവിടെ വെച്ചിട്ട് ക്യാബ് ബുക്ക് ചെയ്ത് വയ്ക്കൂ. അത് നല്ലൊരു ഐഡിയ. വണ്ടി സേഫ് ആയിരിക്കോ? ഇവൾക്ക് ഭയങ്കര അഹങ്കാരമാണെന്ന് തോന്നുന്നു. എന്താ നിങ്ങൾ ആലോചിക്കുന്നത്? നിങ്ങളുടെ വണ്ടി സേഫ് ആയിരിക്കും. തെറ്റിദ്ധരിക്കല്ലേട്ടോ, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഏതാ ലൊക്കേഷൻ? രാമകൃഷ്ണ സാലൈ. അങ്ങനെ ഒരു ലൊക്കേഷൻ കാണിക്കുന്നില്ലല്ലോ. KS മഹാൽ എന്നിട്ടോക്കെ. ആ, ബുക്കായി. ഡ്രൈവറിനൊന്ന് വിളിക്കോ? ഹലോ ചേട്ടാ, KS മഹാലിന്റെ അടുത്തുള്ള ഒരു റൈറ്റ് ഉണ്ടല്ലോ, അങ്ങോട്ട് വന്നാ മതി. ഏതാ? ആ ബൈപ്പാസ് രാമകൃഷ്ണ റോഡാണോ? ആ അതെ ഏട്ടാ. അങ്ങോട്ടൊന്നും വണ്ടി വരില്ല. നിങ്ങൾ വേറെ വണ്ടി വിളിച്ചോ. എന്തുപറ്റി? ഈ റോഡിന്റെ പേര് പറഞ്ഞപ്പോ ആ ഡ്രൈവർ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതെന്താ അയാൾ അങ്ങനെ പറഞ്ഞു? ഈ കോർണറിൽ 4 റൗഡി പിള്ളേര് വെള്ളം അടിച്ചിട്ട് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു, അതുകൊണ്ടാ. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? നിങ്ങളുടെ ഫ്രണ്ട്സ് വേറെ ആരുമില്ലേ? ഹലോ എടി, നീ എവിടെയാ? എടി സോറി എടി, നല്ല ഫിറ്റാ. നാളെ കാണാം. എന്തുപറ്റി? അവള് ഭയങ്കര ഫിറ്റാ. വെള്ളം അടിക്കോ? അപ്പൊ നിങ്ങൾ വെള്ളം അടിക്കോ? എനിക്കതൊന്നും ഇഷ്ടമല്ല. അവള് കുടിക്കാറുണ്ട്. ആണുങ്ങളുടെ ഫ്രണ്ട്സ് ആരുമില്ലേ? ഞാൻ ഈ ആണുങ്ങളെ ഒരിക്കലും വിശ്വസിക്കില്ല.
എവിടെയോ ചെന്ന് പെട്ടിട്ടുണ്ടാവുന്ന തോന്നുന്നു. ഒരു കാര്യം ചെയ്താലോ? എൻ്റെ വീട് ഇവിടെ അടുത്താ ഉള്ളത്. രാത്രി സ്റ്റേ ചെയ്തിട്ട് രാവിലെ എഴുന്നേറ്റ് പോയിക്കോ. ആരാ നിങ്ങള്? നിങ്ങൾ എനിക്ക് നേരത്തെ പരിചയമൊന്നുമില്ലല്ലോ. അതൊരു നല്ല ചോദ്യം തന്നെയാണ്. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല. നിങ്ങൾ വരൂ, എൻ്റെ വീടിൻ്റെ അടുത്തെങ്കിലും പോയി നിൽക്കാം. ഞാനൊരു ഐഡിയ പറയട്ടെ. നിങ്ങൾ വേണമെങ്കിൽ അകത്ത് പോയിട്ട് ഡോർ ലോക്ക് ചെയ്ത് കിടന്നുറങ്ങിക്കോ. ഞാനിത് ഇവിടെ കിടന്നോളാം. റൂമില് AC ഉണ്ടോ? ആ, ഉണ്ട്. ഓ, ഫാൻ? റൂമിൽ AC തന്നെ ഉണ്ടല്ലോ. അല്ല, എനിക്ക് AC സെറ്റ് ആകില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ ഇരുന്ന് സംസാരിച്ചോണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് പോയിക്കോളാം. പ്ലീസ്, ഒന്നും വിചാരിക്കല്ലേ. ഹലോ, ഒരു കാര്യം പറയാം. ഞാൻ നിന്റെ അടുത്ത് വല്ല അനാവശ്യം കാണിക്കണമെന്ന് വിചാരിച്ചാ നീ ഇങ്ങനെ ഇരുന്ന് കിടന്നുറങ്ങുമ്പോൾ ഞാൻ വെറുതെ ഇരിക്കുമോ? മനസ്സിലാക്ക്, ഇതെന്റെ റൂമാണ്. നീ അകത്ത് പോയിട്ട് ലോക്ക് ചെയ്തിട്ട് സമാധാനമായിട്ട് കിടന്നുറങ്ങും. നീ ഇങ്ങനെ പുറത്ത് ഇരുന്നുറങ്ങുമ്പോൾ എനിക്കെങ്ങനെ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും? ശരി, ആയിക്കോട്ടെ. എനിക്ക് നിങ്ങളെ വിശ്വാസമായി. എന്താ? അകത്ത് വേറെ ആരും ഇല്ലല്ലോ. ശരി, സോറി. പോവാം. അയ്യോ, എനിക്ക് AC ആവശ്യമില്ല. ഫാൻ ഇട്ടാ മതി. ഏയ്, നീ എന്തോ ഉറങ്ങിയില്ലേ? അല്ല, പുതിയ സ്ഥലമായതുകൊണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. ശരി, നിങ്ങൾക്കും അകത്ത് വന്ന് കിടന്നൂടെ? അതൊന്നും വേണ്ട. നീ പിന്നെ ആവശ്യമില്ലാതെ എന്നെ കണ്ട് പേടിക്കും. ഇപ്പൊ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നിങ്ങൾ അകത്തേക്ക് വാ. ഓ,
നിങ്ങൾ ബെഡിൽ കിടന്നോളൂ, ഞാൻ താഴെ കിടന്നോളാം. അതൊന്നും വേണ്ട, ഞാൻ താഴെ കിടന്നോളാം. എൻ്റെ മേലുള്ള പേടിയിൽ നീ എന്നെ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. താഴെ കിടക്കുകയാണെങ്കിൽ എണീച്ച് എണീച്ച് നോക്കണം. മേലെ കിടക്കുകയാണെങ്കിൽ നിനക്ക് കിടന്നുകൊണ്ട് എന്നെ നോക്കാമല്ലോ. അല്ല, നിന്റെ പേരെന്താ? ഇതുവരെ എന്നോട് പറഞ്ഞില്ല. നിങ്ങൾ ഇതുവരെ പേരൊന്നും പറഞ്ഞില്ലല്ലോ. എൻ്റെ പേര് സെൽവൻ. എന്റെ പേര് സൗമ്യ. ഓക്കെ സൗമ്യ. അച്ഛൻ എന്താ ചെയ്യുന്നത്? ഇപ്പൊ അദ്ദേഹം എന്താ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഏതോ ഒരു അനാഥക്കുട്ടിയാണെന്ന് പറഞ്ഞ് എന്നെ ഒരു ഹോസ്റ്റലിലും ചേർത്തിട്ട് അങ്ങേരെ രണ്ടാമത്തെ ഭാര്യയുടെ കൂടെ പോയി. അതിനുശേഷം ഒരിക്കൽ ഞാൻ റോഡിൽ വെച്ച് കണ്ടു. എന്നെ കണ്ടിട്ടും കാണാത്ത പോലെ അങ്ങേര് പോയി. അമ്മയോ? അച്ഛൻ അമ്മയറിയാതെ രണ്ടാമതൊരു കല്യാണം കഴിച്ച കാര്യം അറിഞ്ഞതുകൊണ്ടാണ് അമ്മ സൂസൈഡ് ചെയ്തത്. സോറി. ഇതിനെന്തിനാ സോറി? നിങ്ങളുടെ അച്ഛനമ്മയോ? അവര് രണ്ടുപേരും ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചുപോയി. പിന്നെ മുത്തശ്ശി ഉണ്ടായിരുന്നു. മുത്തശ്ശിയും കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ മരിച്ചു. ഒരനിയനുണ്ട്. അവൻ FBയിൽ ഒരു പെണ്ണിനെ സ്നേഹിച്ച് US സെറ്റിലായി. അല്ല, ഇപ്പം എന്തിനാ ഈ സാഡ് സ്റ്റോറിയൊക്കെ? നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ആ, സ്നേഹിച്ചിരുന്നു. ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ. ഇപ്പോഴല്ല. എന്തുപറ്റി? ഹോസ്റ്റലില് വളർന്നൊരു പെൺകുട്ടിയായതുകൊണ്ട് അവന്റെ വീട്ടില് സമ്മതിക്കില്ല പോലും. ഓ, അപ്പൊ തെറ്റ് ചെയ്യുന്ന എല്ലാ പെൺകുട്ടികളും ഹോസ്റ്റലിൽ നിന്നാണ് വരുന്നതല്ലേ? അതങ്ങ് വിട്ടുകാളാം. എന്റെ വെറും ഒരു ബോറ് കഥയാ. നിന്റെ സ്റ്റോറി പറഞ്ഞ്. എൻ്റെ ലവ് സ്റ്റോറി നോക്കുകയാണെങ്കിൽ വൺ സൈഡ് ലവ് സ്റ്റോറി മാത്രമാണ്. ഡെയിലി അവളെ കാണാനായിട്ട് കോളേജിലും ബസ് സ്റ്റാൻഡിലും കമ്പ്യൂട്ടർ ക്ലാസ്സിലും ഒക്കെ പോയി നിൽക്കും ഞാൻ. നിന്നിട്ട് നോക്കിയിട്ട് ഞാൻ അങ്ങ് വന്നേക്കും. നിങ്ങൾ നോക്കിയ കാര്യം ആ പെൺകുട്ടി അറിഞ്ഞായിരുന്നു. അതെങ്ങനെ അറിയാനാ? ഞാൻ അവളെ വൺ സൈഡായിട്ടല്ലേ സ്നേഹിക്കുന്നത്. എന്നിട്ട് എന്താ ഉണ്ടായേ? അവളോട് പ്രപ്പോസ് ചെയ്തായിരുന്നോ? ഇല്ല, ചെയ്തില്ല. അതെന്താ? ഞാൻ അവളെ ഫോളോ ചെയ്യുമ്പോഴേ എന്നെ ഉണ്ടല്ലോ ഒരു ചെക്കൻ ഡെയിലി ഫോളോ ചെയ്യും. ഇവൻ എന്തുകൊണ്ടാണ് നമ്മളെ ഫോളോ ചെയ്യുന്നതെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിച്ച് നോക്കാറുണ്ട്. ശരി, അവൻ്റെ അടുത്ത് വാച്ച് ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ടൈം ചോദിക്കാനായിരിക്കും പുറകെ വരുന്നെന്ന് വിചാരിച്ചു. ഓ, പക്ഷേ ഒരു ദിവസം അവൻ പോയ പെണ്ണിൻ്റെ അടുത്ത് പ്രപ്പോസ് ചെയ്തു. അവർ തമ്മിൽ പിന്നെ ഇഷ്ടത്തിലായി. പിന്നെ കോളേജൊക്കെ പഠിക്കുമ്പോ ഞാനുണ്ടല്ലോ, എന്നിട്ട് ഞാൻ അവളുടെ മുമ്പിൽ മാസായിട്ട് പോയി നിന്നു. എന്തു പറ്റി സൗമ്യ? ഒരു മൂളല് പോലല്ലേ? ആഹാ, അത് ശരി, നീ ഉറങ്ങിയല്ലേ? അപ്പൊ 20 മിനിറ്റായിട്ട് കഥ ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നോ? ഇവള് വല്ലതും കഴിച്ചു കാണുമോ? സൗമ്യ, സൗമ്യ, അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. എന്നെ വിട്ടേക്ക് പ്ലീസ് പ്ലീസ്. ഏയ്, ഞാൻ നിന്നെ തൊട്ടിട്ട് പോലുമില്ല. സോറി. എന്തിനാ എന്നെ ഉണർത്തിയേ? നീ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല, നല്ല വിശപ്പുണ്ട്. നിനക്കത് നേരത്തെ പറഞ്ഞൂടായിരുന്നോ? ഇതിനെന്തിനാ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്? നേരത്തെ കട പോലും ഉണ്ടാവില്ല. ഓൺലൈനിൽ വല്ല ഓർഡർ ചെയ്താലോ? ആ, ചെയ്യാം. ശരി, നീ എന്നാ ഓർഡർ ചെയ്യ്, ഞാൻ പോയിട്ട് ക്യാഷ് എടുത്തോണ്ട് വരാം. ഏയ്, എനിക്കൊന്നും വേണ്ട, ഞാൻ കിടന്നോളാം. വിശപ്പുള്ളപ്പോൾ കിടന്ന് ഉറങ്ങാൻ പാടില്ല. ഓർഡർ ചെയ്യ്. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ കഴിക്കാനിരിക്കോ? എനിക്ക് വേണ്ട. എന്നാ പിന്നെ എനിക്കൊന്നും വേണ്ട. കൂടെയുള്ള ഒരാളെ വിട്ടിട്ട് എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റില്ല. എല്ലാവരും ഇതുപോലെ വിചാരിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് പട്ടിണിയും മരണവും ഒന്നും ഉണ്ടാവില്ലല്ലേ. നീ ഓർഡർ ചെയ്യ്. Uber Eats.
താങ്ക്സ്. ബ്രോ, നിങ്ങൾ ഏത് ഏരിയ ആണ്? അശോക് നഗർ ബ്രോ. താങ്ക് യു. എന്താ ആലോചിക്കുന്നത്? എനിക്ക് നിങ്ങളുടെ കയ്യിലുള്ള ആ പ്ലേറ്റ് തരാൻ പറ്റുമോ? പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. എനിക്ക് നിങ്ങളെ 1.5 മണിക്കൂറത്തെ പരിചയമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ പേടിക്കുന്നതിൽ ന്യായമല്ലേ? നിനക്കാണോ ഒറ്റയ്ക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്തത്? എന്നാ കഴിക്ക്. സൗമ്യ, എനിക്ക് കുറച്ച് വർക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇറങ്ങി. നിന്റെ വണ്ടി ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. നീ വീട് ലോക്ക് ചെയ്ത് താക്കോല് റൈറ്റ് സൈഡിലുള്ള ഷൂവിൽ വെച്ചിട്ട് കുറച്ച് നേരത്തെ തന്നെ പുറപ്പെട്ടേക്ക്. കാരണം വീട് മെയിൻ്റനൻസ് ചെയ്യുന്ന ചേട്ടൻ വരും. ആ ചേട്ടൻ തന്നെ കണ്ടാൽ പിന്നെ തെറ്റിദ്ധരിക്കും. എടി രേഖ, ഒരു അത്യാവശ്യത്തിന് ഫോൺ ചെയ്താ നീ ഫോൺ എടുക്കില്ലേ? എടി നല്ല ഫിറ്റായിരുന്നടി. എന്താ ചെയ്ത് വെച്ചേന്ന് പോലും അറിയില്ല. പിന്നെ എങ്ങനെയൊക്കെ അവനെ എന്നെ കൊണ്ടാക്കിയേ. ഇവിടെയൊക്കെ എത്തുന്നു പോലും ഞാൻ വിചാരിച്ചില്ല. ശരി ശരി, എന്തേലും ചെയ്യ. നിന്നോട് എത്ര പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ജീവിതത്തിലെ മികച്ച രാത്രി അന്നായിരുന്നു. ആദ്യം അവനെ കണ്ട് പേടിച്ച ഈ ഞാൻ അടുത്ത ദിവസം തന്നെ അവനെ കാണണമെന്ന് തോന്നി. അപ്പൊ ഇന്ന് ഇവിടെ തന്നെയാണോ സ്റ്റേ? അതെയല്ലോ. എന്താ നിങ്ങൾ സമ്മതിക്കില്ലേ? ചച്ച, അങ്ങനെയൊന്നുമില്ല. നിനക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. അവനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അവന്റെ രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടാണ്. ഏതൊരു കാര്യവും ആരെ അടിച്ചേൽപ്പിക്കരുത്. എന്നാൽ ഈ സമൂഹത്തോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറയും. നിങ്ങൾ ഒരുപാട് വായിക്കുമല്ലേ? ഇത്രയും ബുക്സ് ഉണ്ടല്ലോ. എപ്പോഴെങ്കിലും വായിക്കും. ഇദ്ദേഹത്തിന്റെ ബുക്സ് ഒക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമില്ലേ? വിശ്വാസം ഇല്ലെന്നല്ല, എനിക്കിഷ്ടമല്ല. അപ്പോ വിശ്വാസമൊക്കെ ഉണ്ട്. ആ അതെ, എല്ലാ പാവങ്ങളും കുറ്റങ്ങളും ചെയ്തിട്ട് ഒരു കുറ്റബോധവും ഇല്ലാതെ ഒരുപാട് മനുഷ്യന്മാർ സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അതാര് കാരണമാ? ദൈവം ഉണ്ട്. ആയിക്കോട്ടെ, എന്തുകൊണ്ടാ ഇഷ്ടമില്ലാത്ത? എന്തുകൊണ്ടാ ഇഷ്ടമില്ലാത്തെന്ന് വെച്ചാ, നിനക്ക് ഇറൈവിന്ന് വെച്ചാ എന്താണെന്നറിയോ? ഇറൈവിന്ന് വെച്ചാ പെണ്ണ്. കൊള്ളാലോ. ഒരാണിനെ ഇറൈവാന്ന് വിളിച്ചാൽ അവൻ ദൈവം. പക്ഷെ ഒരു പെണ്ണിനെ ഇറൈവിന്ന് വിളിച്ചാൽ അവൾ ഇപ്പോഴും ഒരു പെണ്ണ് മാത്രം തന്നെയാണ്. ഓ, അത് ശരിയാണല്ലോ. എനിക്ക് ഈ ഒരു ഡിസ്ക്രിമിനേഷൻ തന്നെ ഇഷ്ടമല്ല. പിന്നെ എങ്ങനെ ദൈവത്തെ ഇഷ്ടപ്പെടാനാ? അല്ല, എന്തിനാ ഈ ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ? എന്തുകൊണ്ട്, എന്തിന്, എങ്ങനെ, ഇങ്ങനെ എല്ലാത്തിനും ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കെ ഉത്തരം നീയായിട്ട് തന്നെ കണ്ടെത്തും. എനിക്ക് എന്തിനാ ഈ രാഷ്ട്രീയവും പെരിയാറും ഒക്കെ? ഞാൻ കിടക്കാൻ പോവാ. ബൈ, ഗുഡ് നൈറ്റ്. ഒരേ ഒരു ചോദ്യം. എന്താ? നിന്റെ അമ്മ എന്താണ് പഠിച്ചത്? അമ്മ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അതിനുശേഷം പഠിക്കാൻ സമ്മതിച്ചില്ല. ശരി, നിന്റെ മുത്തശ്ശി? മുത്തശ്ശി സ്കൂളിലേക്കൊന്നും പോയിട്ടില്ല. പഠിപ്പറിവൊന്നുമില്ല. പിന്നെ നീ മാത്രം എങ്ങനെയാ പഠിച്ചത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ദിവസവും അവനെ കാണാൻ പോവാൻ തുടങ്ങി. ഈ 3 മാസത്തിൽ ഞാൻ അവനെക്കുറിച്ചാ കൂടുതൽ ചിന്തിച്ചിട്ടുള്ളത്. ആദ്യമായിട്ടാണ്
തോന്നുന്നതൊക്കെ കുത്തിവരയ്ക്കാൻ തുടങ്ങിയത്. എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമായി. ഇതിന്റെ പേരാണ് പ്രണയം എന്ന് എനിക്ക് അപ്പം അറിയില്ലായിരുന്നു. പ്രണയവും കമ്മ്യൂണിസവും ഇവിടെ ഒന്നാണ്. ഒരാളോട് തോന്നുന്ന വികാരത്തെയാണ് പ്രണയം എന്ന് പറയുന്നതെങ്കിൽ ഇവിടെ എല്ലാവരും ഒന്നാണെന്ന് നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹമാണ് കമ്മ്യൂണിസം. ഇത് ഞാൻ അവനിൽ നിന്നാണ് മനസ്സിലാക്കിയത്. ഇന്ന് ഞാൻ അവനെ കാണാൻ കുറച്ച് നേരത്തെ പോവാണ്. ഏയ്, നീ ഇതെപ്പോഴാ വന്നേ? ഞാൻ 9 മണിക്കൊക്കെ വന്നു. നീ എന്താ ഇത്രയും ലേറ്റ് ആയിട്ട് വരുന്നേ? എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. സൗമ്യ, ആ, ഞാനില്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് നീ വീട്ടിലിരിക്കണ്ട കേട്ടോ. അതെന്താ? ഇൻഡിപെൻഡന്റ് വീടല്ലേ, നീ ഒച്ച വെച്ചാ പോലും അടുത്ത് ആർക്കും കേൾക്കാൻ പറ്റില്ല. ഗേൾസ് ബോൾഡ് ആയിരിക്കണമെന്ന് പറയുന്ന നീയാണോ ഇങ്ങനെ പേടിക്കുന്നേ? ശരി, നീ ഇല്ലാത്ത സമയത്ത് ഞാൻ വരുന്നില്ല. ഓക്കെ, നീ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് കഴിക്കാം. ഇന്ന് ഞാൻ നിനക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് വീട്ടിലൊന്നും ഇല്ലല്ലോ. ഞാൻ വരുമ്പോ വാങ്ങിച്ചോണ്ട് വന്നതാ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണോ? അതെ. താങ്ക് യു. ഇതിനെന്തിനാ താങ്ക് യു ഒക്കെ? സെൽവൻ. ആ, പറ. ഒന്നുമില്ല. എന്തോ പറയാൻ വന്നില്ലേ? നീ എന്താ ഇതുവരെ കല്യാണം കഴിക്കാത്ത? അതെന്തിനാന്ന് വെച്ചാ അതിനെക്കുറിച്ച് ഞാനിതുവരെ ആലോചിച്ചിട്ടില്ല. ഓഫീസിൽ ആരെങ്കിലും? നീ എന്താ കളിയാക്ക? ആർക്കെങ്കിലും എന്നെ സ്നേഹിക്കാൻ തോന്നുമോ? അങ്ങനെയൊന്നുമില്ല. നമ്മളെയും ഒരുപാട് സ്നേഹിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അവരെ തിരിച്ചറിയാനും മനസ്സിലാക്കാനാണ് ബുദ്ധിമുട്ട്. എന്നെ സ്നേഹിക്കുന്ന ആൾക്കേ ഒട്ടും ബുദ്ധി ഉണ്ടാവില്ലെന്നായിരിക്കും അർത്ഥം. അങ്ങനെയൊന്നുമില്ലല്ലോ, എനിക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്. എന്ത്? അത് എനിക്ക് എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവണം. എന്തുപറ്റി? എന്താ പെട്ടെന്ന്? എന്നെക്കുറിച്ച് നീ എന്തറിഞ്ഞിട്ടാ? പെൺകുട്ടികൾ ആദ്യം ഒന്ന് പ്രപ്പോസ് ചെയ്തു കഴിഞ്ഞാ എല്ലാ ആണുങ്ങളും ഇങ്ങനെയാണല്ലേ, ജാട കാണിക്കാൻ നിൽക്കും. ഒരാണിനെ പെണ്ണിനെ കണ്ട ഉടനെ പ്രേമിക്കാം. എന്തുകൊണ്ട് അവളെ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാ അതിന് 1000 കാരണങ്ങൾ പറയും. പക്ഷെ സത്യം എന്തായിരിക്കും വെച്ചാ ആ പെണ്ണ് സുന്ദരിയായിരിക്കും. ഫസ്റ്റ് ടൈം കാണുന്ന ഒരു പെണ്ണിനെ ശരിക്കും സുന്ദരിയാണെന്നേ പറയാൻ പറ്റൂ, നല്ല ക്യാരക്ടർ ആണെന്ന് പറയാൻ പറ്റുമോ? എന്നാ എന്റെ സ്നേഹം അങ്ങനെയല്ല. നിന്റെ ഓരോ പ്രവൃത്തിയും എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞാൻ ആരാന്ന് പോലും അറിയാതെ നീ എന്നോട് കാണിച്ച സഹതാപവും യാതൊരു പ്രതീക്ഷയുമില്ലാതെ എന്റെ കൂടെ ഇടപഴകിയതും. ഞാൻ നിന്നെ സ്നേഹിക്കാൻ എനിക്ക് ഇത്രയും കാരണങ്ങളൊക്കെ പോരെ? നീ ഇത്രയൊന്നും സംസാരിക്കില്ല സൗമ്യ. എനിക്കെന്താ പറയണ്ടേന്ന് അറിയില്ല. പക്ഷേ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അതാണിപ്പോൾ ഇവിടെ പ്രശ്നം. ഈ പ്രേമം ഒന്നും സെറ്റാവില്ല. അതെന്താ, ഞാൻ ഹോസ്റ്റൽ വളർന്നതുകൊണ്ടോ? അതുകൊണ്ടാണോ? നിനക്കെന്താ ഭ്രാന്താണോ സൗമ്യ? നിനക്കൊരു കുറവും വരാൻ പാടില്ല, അതാണ് ഞാൻ ആലോചിക്കുന്നത്. നീ എന്തിനിങ്ങനെ ചെയ്യുന്നേ? നിനക്കെന്നോട് ഇഷ്ടം തോന്നുന്നവരെ നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പൊ നീ എന്നെ ശരിക്കും മനസ്സിലാക്കും. ഞാൻ നിന്നെ മനസ്സിലാക്കാത്തോണ്ടൊന്നുമല്ല. ഇപ്പൊ നീ ഒന്നും പറയണ്ട, ഞാൻ നിന്റെ ഫ്രണ്ടാ. ഞാൻ നിന്നെ കാണാൻ എപ്പോ വേണമെങ്കിലും വരാലോ. ഇത് നിന്റെ വീട് പോലെ തന്നെയാണ്. എന്നോട് പെർമിഷൻ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഡേ ടൈമിൽ ഞാൻ ഉണ്ടാവില്ല, രാത്രി വർക്ക് കഴിഞ്ഞ് ലേറ്റ് ആയിട്ടേ വരൂ. അതുകൊണ്ട് ഞാനില്ലാത്ത സമയത്ത് നീ വരണ്ട. അത്ര സേഫ് അല്ല എന്നല്ലേ പറയാമെന്ന്. എങ്ങനെ മനസ്സിലായി സൗമ്യ? അതൊക്കെ ഉണ്ട്. സൗമ്യ, താങ്ക് യു. കോഫി. പത്ത് മാസത്തെ അമ്മയുടെ ഉദരത്തിന്റെ ചൂട് ഞാൻ അനുഭവിച്ചു. അവനോടൊപ്പമുള്ള ആ മനോഹരമായ രാത്രിയിൽ. അച്ഛൻ എന്നത് ഒരു ബന്ധത്തിന്റെ പേരല്ല. സ്നേഹം, ഊഷ്മളത, വാത്സല്യവും ആലിംഗനവും സാന്ത്വനവും കൂടിച്ചേർന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ അഭിമാനകരമായ സ്നേഹം, ആണിന്റെ മുഴുവൻ വംശവും എന്നേക്കാൾ ഉയർന്നതായി തോന്നുന്നു. നീ ഒരാൾ കാരണം.
നീ ഇല്ല എങ്കിൽ വിട്ടുകളയാൻ നീ സാധാരണ മനുഷ്യനുമല്ല. ശരിയെന്ന് അകന്നു പോകാനും എന്റെ പ്രണയം ഒരു സാധാരണ പ്രണയമല്ല. ഇതെന്താ മെഡിക്കൽ റിപ്പോർട്ട്? സൗമ്യ ക്യാൻസർ. സൗമ്യ, ആ, ഞാൻ തിരിച്ചു വിളിക്കാം. എന്താ അത്? അതിലെഴുതിയിട്ടുണ്ടാവുമല്ലോ, ബ്രെയിൻ ക്യാൻസർ. 6 months വാലിഡിറ്റിയേ ഉള്ളൂ എന്റെ ലൈഫിന്. എന്താ നീ നേരത്തെ പറയാത്തെ? പറഞ്ഞ നീ എന്തായിരിക്കും ചെയ്യാ? 6 മാസം നീ എനിക്ക് കൂടുതൽ വാങ്ങിത്തരുമോ? എന്തിനാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിനക്കൊന്നും ആവില്ല. ഓ, നീ MBBS ആണല്ലേ? എന്നിട്ട് പറഞ്ഞില്ലല്ലോ. എന്റെ മരണം അങ്ങനെ ഇവിടെ ആരെയും അത്ര വേദനിപ്പിക്കൊന്നുമില്ല. അങ്ങനെയൊന്നും പറയില്ല സൗമ്യ, അതെനിക്ക് നല്ലോണം ഹേർട്ടാവുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്താലാ നിനക്ക് സന്തോഷാവുക? ഐ ലവ് യു. ഡു യു ലവ് മീ? നിന്നോട് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുക? ജസ്റ്റ് 90 days മാത്രമേ ഉള്ളൂ. എനിക്ക് നിന്റെ സ്നേഹം മാത്രം മതി. എന്താന്ന് വെച്ചാ, എന്നെ നീ കല്യാണം കഴിച്ചാലും കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ മരിക്കുകയും ചെയ്യും. അതിനുശേഷം നീ ആരെ കല്യാണം കഴിച്ചാലും അവര് നിന്റെ രണ്ടാമത്തെ വൈഫായിരിക്കും. അതുകൊണ്ടാ. പ്ലീസ് സൗമ്യ. പ്ലീസ് സൗമ്യ എന്നല്ല, ലവ് യു സൗമ്യ. പറഞ്ഞ കേക്കട്ടെ. ഞാൻ നിന്റെ നല്ലൊരു സുഹൃത്താണ്. എന്റെ സൗഹൃദം അതെപ്പോഴും നിലനിൽക്കും. നിന്റെ ട്രീറ്റ്മെന്റിന് എത്ര ചെലവായാലും അത് ഞാൻ തന്നെ നോക്കിക്കോളാം. കാശുള്ളത് കൊണ്ട് ജീവൻ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ ഒരുപാട് പേര് മരിക്കില്ലായിരുന്നു. എനിക്ക് അതൊന്നും വേണ്ട. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സൗമ്യ, ചെക്കപ്പിന് പോയായിരുന്നോ? ആ, പോയിരുന്നു. ഡോക്ടർ എന്താണ് പറഞ്ഞത്? ഒറ്റയ്ക്ക് പുറത്തേക്കൊന്നും പോണ്ട, എപ്പോ വേണമെങ്കിലും എന്ത് സംഭവിക്കാന്ന് പറഞ്ഞു. ഇതുകൊണ്ടാ ഞാൻ ഒന്നും പറയാത്തത്. നിന്റെ പ്രശ്നം എന്താ? നിനക്കിതിനെക്കുറിച്ച് ഓർത്തിട്ട് പേടിയോ വിഷമോ ഒന്നുമില്ല? എനിക്കിങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നും ഞാനിനി കുറച്ച് ദിവസം കൂടിയേ ജീവിക്കുള്ളൂ എന്ന് ആദ്യം അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. എന്നാ ഇന്നെനിക്ക് നീ കാരണം ഈ ജീവിതം ഒരുപാട് ഇഷ്ടമായി. നിന്നെ കല്യാണം കഴിച്ച് നിന്റെ കൂടെ തന്നെ ജീവിക്കണം, ഒരുപാട് ഭംഗിയുള്ള കുഞ്ഞുങ്ങളും വേണമെന്ന് അങ്ങനെ എന്റെ മനസ്സിൽ 1000 സ്വപ്നങ്ങളുണ്ട്. എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് സെൽവൻ. ഫസ്റ്റ് ടൈം എന്റെ മരണത്തെ ഓർത്ത് ഞാൻ പേടിക്കുകയാണ്. ലവ് യു. ഒരു സെൽഫി എടുത്തോട്ടെ. ഈ റൂം എപ്പോഴും പൂട്ടിയല്ലേ ഇരിക്കുന്നത്? ഇന്ന് മാത്രം എന്താ ഓപ്പൺ ആയിരിക്കുന്നത്? ഹായ് ഐഷു. സൗമ്യ, നീ എവിടെയുള്ളേ? ഫ്രണ്ടിന്റെ വീട്ടില്. എന്താ കാര്യം? അല്ല, നീ എന്തിനാ ഇപ്പൊ ടെൻഷൻ അടിക്കുന്നേ? ഏത് ഫ്രണ്ട്? നിന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസിലുള്ളതോ? ആ, അതെ. അവനെ നിനക്ക് നേരത്തെ അറിയോ? നീ എന്താ ഈ പറയുന്നേ? എത്ര നാളായിട്ട് അറിയാം? 3 മാസമായിട്ട്. 3 മാസോ? ആദ്യം നീ അവിടുന്ന് പുറത്തേക്ക് വാ. എന്തിന്? നിന്നോട് പുറത്തേക്ക് വരാനല്ലേ പറഞ്ഞേ? എടി, നീ കാര്യം പറ, എന്നിട്ട് ഞാൻ പുറത്തേക്ക് പോവാം. എടി, അവൻ മരിച്ചിട്ട് 7 മാസമായി. ആ വീട്ടിലേക്ക് ആരും പോവാറില്ല. 11 മണിക്ക് ശേഷം ഓട്ടോക്കാർ പോലും ആ ഭാഗത്ത് പോവാറില്ല. നീ ആദ്യം പുറത്തു വാ. നീ എന്തായി പറയുന്നേ? അവനൊരു സോഷ്യലിസ്റ്റ് ആയിരുന്നു. അവനെ വെട്ടിക്കൊന്നതാ. ഈ റോഡിന്റെ പേര് പറഞ്ഞപ്പോ ആ ഡ്രൈവർ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞേ? നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, പക്ഷെ ഞാൻ രാത്രി മാത്രമേ വരുള്ളൂ. ഞാനില്ലാത്ത സമയത്ത് നീ ഒറ്റയ്ക്കൊന്നും ഈ വീട്ടിലിരിക്കണ്ട കേട്ടോ. ഞാൻ നീ വിചാരിക്കുന്ന പോലെ ഒരാളല്ല. എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അതാണിപ്പോ എനിക്ക് പ്രശ്നം.
എന്തുപറ്റി നിനക്ക്? ആരാ നീ? എന്തിനാ നീ പേടിക്കുന്നത്? നീ ഒരു മനുഷ്യനല്ല. അതുകൊണ്ടാ ഞാൻ ചോദിക്കുന്നത്, എന്തിനാ എന്നെ കണ്ട് പേടിക്കുന്നത്? ഞാനെന്താ കുറെ പെണ്ണുങ്ങളെയും ചെറിയ കുട്ടികളെയും ഗ്യാങ് റേപ്പ് ചെയ്തായിരുന്നു? അല്ലെങ്കിൽ എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആരെങ്കിലും കൊന്നോ? മനുഷ്യൻ പണത്തിനും അവിഹിതത്തിനും കൊല്ലുന്നു. ജാതി, മതം, ദൈവം എന്ന പേരിൽ കലാപങ്ങൾ. വിശപ്പെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാത്ത കുട്ടികൾ പട്ടിണി കാരണം മരിക്കുന്നു. മരണം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാത്ത കുട്ടികൾ ശരീരം ചിതറി മരിച്ചു പോകുന്നു. പീരിയഡ്സ് പെയിൻ കഷ്ടത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷെ ഇവിടെയാണ് ഗർഭപാത്രത്തിൽ ബോംബ് വെക്കുന്നതും ബ്ലേഡ് കൊണ്ട് മുറിച്ച് കൊല്ലുന്നതും. ഇവിടെ ജനിക്കുന്ന കുട്ടികളെ പോലും കാമത്തോടെയല്ല കാണുന്നത്. ഇവിടെ സ്ത്രീകൾക്കുള്ള സുരക്ഷ അമ്മയുടെ ഗർഭപാത്രത്തിൽ മാത്രമേ സാധ്യമാകൂ. ഇതിനേക്കാളും വളരെ മോശമായിട്ട് മനുഷ്യന്മാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും അവരെ കണ്ട് നീ പേടിച്ചിട്ടുണ്ടോ? നീ ഇവിടെ പ്രേതത്തെ കണ്ടാണ് പേടിക്കുന്നതെങ്കിൽ പ്രേതം എന്തിനാ രാത്രി മാത്രം വരുന്നത്? ഒരു പ്രേതത്തിന് പകലിനും വരാലോ. സത്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ധൈര്യത്തിലാണ് രാത്രി വരുന്നത്. ഇനിയെങ്കിലും ഇരുട്ടിനെ കണ്ട് പേടിക്കാതിരിക്കെ. ഇന്ത്യയിലുള്ള സ്ത്രീകൾക്ക് ഏറ്റവും ആപത്തായുള്ള കാര്യം എന്താണെന്നറിയോ? ചില മനുഷ്യന്മാരുടെ സാന്നിധ്യമുള്ള വെളിച്ചമാണ്. എനിക്കിപ്പോ നിന്നെ കാണുമ്പോ പേടിയൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ടെൻഷനായി. എന്നാലും ഞാനിപ്പോ ഹോസ്റ്റലിലേക്ക് പോയിക്കോട്ടെ. എന്നാ സൂക്ഷിച്ചു പോ. എന്തുപറ്റി? എനിക്ക് പേടിയാവുന്നു. എന്തിന്? അല്ല, അവിടെ വെളിച്ചമുണ്ട്, മനുഷ്യരുടെ സാന്നിധ്യമുണ്ട്. സോ ഒന്ന് ഹോസ്റ്റൽ വരെ വന്ന് എന്നെ ഡ്രോപ്പ് ചെയ്യാവോ? ഉം. എനിക്കെന്തിനാ ഈ രാഷ്ട്രീയവും നാട്ടുനടപ്പും ഒക്കെ? സ്നേഹം മതി. ഒരു മനുഷ്യനെ മനുഷ്യ സ്നേഹിച്ചാൽ പോലും ജാതി മതം എന്ന് പറഞ്ഞ് ഒന്നിക്കാൻ സമ്മതിക്കില്ല. അപ്പോഴാണ് നീ എന്നെ സ്നേഹിക്കുന്നത്. നമ്മൾ അകറ്റാൻ ആരാ ഉള്ളത്? സൗമ്യ, പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. നിനക്കൊന്നും ആവില്ല. ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്, എല്ലാം നോർമലായിരിക്കും. നീ ദൈവമൊന്നും അല്ലല്ലോ. ശരിയാ, ഇത്രയും ക്രൂരതകൾ നടക്കുമ്പോൾ കണ്ടിട്ടും കാണാത്ത പോലെ അഭിനയിക്കുന്ന ദൈവത്തിനേക്കാൾ ഞാൻ എത്രയോ ബെറ്ററാ. ഇനി നിനക്കെന്നെ ഒരിക്കലും കാണാൻ പറ്റില്ല. നിന്റെ തൊട്ട് മുമ്പിൽ നിന്നപ്പോലും നിനക്കെന്നെ കാണാൻ പറ്റില്ല. സെൽവൻ, 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 നീ എവിടെയാ ഉള്ളേ? സെൽവൻ, സെൽവൻ, നീ ഇത് എവിടെയാ? പ്ലീസ് സെൽവൻ, എനിക്ക് നിന്നെ കാണണം. എന്നോടൊന്ന് സംസാരിക്കെങ്കിലും ചെയ്യ്. എന്താണ് കാര്യം? നീ ഇത് എവിടെയാ? ഞാൻ നിന്റെ അടുത്ത് തന്നെയുണ്ട്. എന്താ കാര്യം പറ. എനിക്ക് നിന്നെ കാണണം. അത് പറ്റില്ല. ആദ്യം ഇവിടുന്ന് പുറത്തു പോ. പറ്റില്ല. നീ വന്നേ, ഞാൻ കണ്ടിട്ടേ പോകുന്നുള്ളൂ. എന്തിനാ നീ ഇങ്ങനെ ചെയ്യുന്നേ? നീ സന്തോഷമായിട്ട് ജീവിക്കണം. അത് പറ്റില്ല. ഇന്ന് പോലും ഞാൻ ഡോക്ടറെ കണ്ടിട്ടാ വന്നത്. 2 മാസം ജീവിക്കുന്നത് തന്നെ വലിയ കാര്യമാണത്രേ. നീ എന്തായാലും മരിച്ചു, ഞാൻ മരണവും കാത്തിരിക്കാണ്. ഇത്രയുള്ളൂ നിനക്കും എനിക്ക് തമ്മിലുള്ള വ്യത്യാസം. നിനക്ക് വായി തോന്നിയതൊന്നും വിളിച്ച് പറയല്ലേ സൗമ്യ. ആദ്യം ഇവിടുന്ന് പുറത്തു വന്ന് നോക്ക്. എന്റെ അവസാനത്തെ വാക്കാണ്. നിനക്കൊന്നും സംഭവിക്കില്ല. ഇനി നിനക്ക് എന്റെ ശബ്ദം പോലും കേൾക്കാനാവില്ല. സെൽവൻ, സെൽവൻ, സെൽവൻ.
ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ദിവസവും വരുന്നതുകൊണ്ട് പേടിപ്പിക്കാൻ നോക്കുക. എനിക്ക് ധൈര്യം തന്നു തന്നെ നീയാണ്. അതുകൊണ്ട് ഇതിനൊന്നും ഞാൻ പേടിക്കില്ല. എനിക്ക് നിന്നെ ഒന്ന് കാണണം. പ്ലീസ്, ഞാൻ അവസാനായിട്ട് ചോദിക്കുക, എന്നോടൊന്ന് സംസാരിക്ക്. എന്തിനാ എന്നെ ഇങ്ങനെ കരയിക്കുന്നെ? ശരി, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ശരി, ഞാൻ ഇപ്പൊ പോവാ. പക്ഷെ ഞാൻ വീണ്ടും വരും. ഇതോർത്ത് നീ ഒരുപാട് വിഷമിക്കും. നീ എവിടെയാ ഉള്ളെ? മര്യാദയ്ക്ക് വന്നേക്ക്. എന്തേ, ഷോക്കായോ? പോയി നോക്ക്.
ദുഷ്ടലോകത്തിലൂടെ സഞ്ചരിച്ചതിന് ശേഷവും നിന്നിൽ ഞാൻ പരമാനന്ദം കണ്ടെത്തി. നീ എൻ്റെ മടിയിൽ വീണ നിമിഷം പരന്ന ഹൃദയം മിടിക്കാൻ തുടങ്ങി. പുതിയൊരു ജീവിതത്തിനായി ഞാൻ എൻ്റെ മരണത്തോട് യാചിച്ചു. എനിക്ക് നിന്നെ കാണാൻ വഴിയില്ല. അതുകൊണ്ടാണോ നീ എന്നെ കാണാൻ തീരുമാനിച്ചത്? എന്തിനാ നീ ഇങ്ങനെ ചെയ്ത്? അങ്ങനെ വിട്ടുകളയുമെന്ന് വിചാരിച്ചു അല്ലേ? ചില കാര്യങ്ങളെ വിട്ടുകളയും, പക്ഷെ നിന്നെയല്ല, എന്റെ ജീവൻ.